മലബാർ റിവർ ഫെസ്റ്റിവൽ പ്രീ ഇവന്റുകളുടെ ഭാഗമായി റിവർ റാഫ്റ്റിംഗ് സംഘടിപ്പിച്ചു. ലിൻഡോ ജോസഫ് MLA-യും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും റാഫ്റ്റിംഗിൽ പങ്കാളികളായി. റാഫ്റ്റിംഗ് മികച്ച അനുഭവമായിരുന്നു എന്ന് കളക്ടറും MLA-യും പറഞ്ഞു. ഇരുവഴിഞ്ഞിപ്പുഴയിലെ കുത്തിയൊലിച്ചു വരുന്ന ഓളങ്ങളിലൂടെയുള്ള റാഫ്റ്റിംഗിലാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ലിൻഡോ ജോസഫ് MLA-യും ആവേശത്തോടെ പങ്കുചേർന്നത്. കുറുങ്കയത്ത് നിന്ന് ആരംഭിച്ച റിവർ റാഫ്റ്റിംഗ് എലന്ത് കടവ് പള്ളിപ്പടിയും കടന്ന് കുമ്പിടാൻ കയത്തിലാണ് അവസാനിച്ചത്. കൂറ്റൻ പാറക്കല്ലുകളെയും ഒഴുക്കിനെയും ഭേദിച്ച് 6 പേരടങ്ങിയ സംഘം 4 കിലോമീറ്റർ ദൂരമാണ് റാഫ്റ്റ് ചെയ്തത്. ജൂലൈ 24 മുതൽ 27 വരെ തുഷാരഗിരിയിൽ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ 11ാം പതിപ്പിൻ്റെ ഭാഗമായാണ് തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറയിൽ റാഫ്റ്റിംഗ് സംഘടിപ്പിച്ചത്. പാഡിൽ മോങ്ക് അഡ്വഞ്ചർ കമ്പനിയാണ് റാഫ്റ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ നദികളിലൊന്നായ ഇരുവഴിഞ്ഞിപ്പുഴയിൽ നടക്കുന്ന റാഫ്റ്റിംഗ് മികച്ച അനുഭവമാണ് സമ്മാനിച്ചതെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. കേരള ടൂറിസത്തെ സംബന്ധിച്ച് പ്രധാന ഇവൻറ്റുകളിലൊന്നാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ എന്നും ഇതിൻ്റെ ഭാഗമായ റിവർ റാഫ്റ്റ് വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചതെന്നും ഇത് ജനകീയമാക്കാൻ സാധിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. And the beauty of Kerala, I think, is easily observable when you do it in rivers. So, Namaka Kerala, we have beaches, we have hill stations. I think river rafting is something which we need to promote, and we are assuming more and more people should experience it. It's a very, very adventurous and safe because we do not have a very high depth. Of course, Namaka trainers undav, full agency undav, which will help you. So, we are expecting more and more people to experience this beautiful rafting experience. When rafting experience, kayaking, all possibilities unde ivide. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, അഡ്വഞ്ചർ ടൂറിസം പ്രോജക്ട് CEO ബിനു കുര്യാക്കോസ്, DTPC തുഷാരഗിരി മാനേജർ ഷെല്ലി മാത്യു, സംഘാടക സമിതി അംഗങ്ങളായ CS ശരത്, MS ഷെജീൻ, ഷിജി ആൻ്റണി, പോൾസൺ അറക്കൽ തുടങ്ങിയവർ പരിപാടികളുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.